ഊന്നുകൽ മിനി സ്റ്റേഡിയത്തിന് ശാപമോക്ഷം. കാടുകയറി കിടന്ന സ്റ്റേഡിയം കവളങ്ങാട് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ നവീകരിക്കുന്നു. നാട്ടിലെ കായിക പ്രേമികളുടെയും യുവജനങ്ങളുടെയും സഹകരണത്തോടെയാണ് ശുചീകരണം. കാലങ്ങളായി തകർന്നു കിടക്കുന്ന കവളങ്ങാട് പഞ്ചായത്തിലെ ഊന്നുകൽ മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. സ്റ്റേഡിയം നവീകരണത്തിന് നാട്ടിലെ കായിക പ്രേമികളുടെയും യുവജനങ്ങളുടെയും പിന്തുണയുണ്ട്. നാട്ടുകാരുടെ ചിരകാല അഭിലാഷമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ കായിക പ്രേമികൾക്ക് ഗുണകരമാകുമെന്ന് പ്രസിഡന്റ് ബിന്ദു ജോർജ് പറഞ്ഞു. കവളങ്ങാട് പഞ്ചായത്തിലെ യുവജനങ്ങളുടെ കായിക പ്രതിഭയും ആരോഗ്യകരമായ ജീവിതശൈലിയും വളർത്തുന്നതിന് വളരെ പ്രാധാന്യമുള്ള പദ്ധതിയാണ് ഊന്നുകൽ സ്റ്റേഡിയത്തിൻ്റെ വികസനം. വളരെ കാലങ്ങളായി നശിച്ചു കിടന്ന ഈ സ്റ്റേഡിയം ഈ വെക്കേഷൻ കാലത്ത് യുവജനങ്ങൾക്കും കുട്ടികൾക്കും കളിക്കുന്നതിന് യോഗ്യമാക്കി കൊടുക്കുന്നതിനാണ് ഇന്നിവിടെ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈ വർഷം 2026-27 വാർഷിക പദ്ധതിയിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ പുനരുദ്ധാരണത്തിന് തുക വകയിരുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ തലമുറ മൊബൈലിൽ യൂസ് ചെയ്യുന്നതിലൂടെയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെ ഒരു സ്റ്റേഡിയം കളിസ്ഥലം ഉണ്ടെങ്കിൽ അവർ അതിൽ നിന്നൊക്കെ ചിന്ത മാറി കളിക്കുന്നതിലും മറ്റ് കായിക പ്രതിഭകൾ അവർക്ക് വളർത്തിയെടുക്കുന്നതിനും ഈ സ്റ്റേഡിയം ഉപകാരപ്രദമാകും. ഈ സ്റ്റേഡിയം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള എല്ലാ കവളങ്ങാട് പഞ്ചായത്തിലെ എല്ലാ യുവജനങ്ങളുടെയും കുട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് ജോബി ജേക്കബ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനി അയ്യപ്പൻ, മെമ്പർമാരായ ബൈജു, ബിജി സോജി, നൂർജി ഷംസുദ്ദീൻ, ജോഷി കുര്യാക്കോസ്, ഷിഞ്ചു ബെന്നി, സബ് ഇൻസ്പെക്ടർ ബിജു MV, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് സ്റ്റേഡിയം നവീകരണം പുരോഗമിക്കുന്നത്. ജനപ്രതിനിധികൾ അല്ലെങ്കിൽ മുഖ്യധാരയിൽ നടന്നവരോടെല്ലാവരും നമ്മളത് വ്യക്തിപരമായിട്ടത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരെല്ലാവരും അന്നും ഇന്നും പലരും ഈ കൂടെ ഇല്ല, കഴിഞ്ഞ ഭരണസമിതിയിലുള്ളവരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് തുടങ്ങാമെന്ന് പറഞ്ഞു. വളരെ യാദൃശ്യമായിട്ടാണെങ്കിലും ഇന്ന് പുതിയ ഭരണസമിതിയുടെ നല്ല തുടക്കമാണ് ഇത്. തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ പോലീസിൻ്റെ രീതിയിലും അല്ലാത്ത രീതിയിലും അഭിനന്ദിക്കുകയാണ്. നല്ല പ്രവർത്തനങ്ങൾ എപ്പോഴും പോകുമ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന രീതിയിൽ എല്ലാ സഹകരണങ്ങളും എപ്പോഴും എന്തിനും ഈ സമൂഹവും ഈ ജനപ്രതിനിധികളും ഈ പൊതുബോധമുള്ളവരും നമ്മളോട് കാണിക്കാറുണ്ട്. ഞങ്ങളും അങ്ങനെ തിരിച്ചു ചെയ്യാറുണ്ട്. വളരെ നല്ലൊരു സമാധാനാന്തരീക്ഷത്തിൽ തന്നെ പോകുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു നാടാണ്. ഈ നാടിൻ്റെ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ നല്ല നല്ല മത്സരങ്ങൾ തീർച്ചയായിട്ടും ഒരു 2 മാസത്തിനുള്ളിലൂടെ നടത്തും എന്ന് ഉറപ്പാണ്. എല്ലാവിധ ആശംസകളും ഈ ഭരണസമിതിക്കും ഈ നാട്ടുകാർക്കും പോലീസിൻ്റെ ആശംസ അറിയിക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.